വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദിസ് ഈസ് ആമിന. അപ്പോൾ ഇന്ന് നമ്മൾ കോയമ്പത്തൂർ പോവാണ്. ഇങ്ങോട്ടാണ് എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് എല്ലാം പോണ വീഡിയോയിലേക്ക് കാണാം. സ്വീറ്റ്സ് വാങ്ങാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ബൈ. അപ്പോൾ ഇതാണ് സ്വീറ്റ്സ് വാങ്ങാൻ നിർത്തിയ കട കേട്ടോ. ഗീതം ബേക്കറിയിലായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വീറ്റ്സൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് വാങ്ങാറ്. പാലക്കാട്, കോയമ്പത്തൂരാണ്. ശരിക്കും പാലക്കാടിൽ അവധിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തി, ഈ ഒരു ഗീതം ബേക്കറിയിൽ നിർത്തിയിട്ട് പോകുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നു കുറച്ച് കഴിക്കാൻ. ഞാൻ കഴിച്ചില്ല, വായിൽ മുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ അരിമുറുക്ക്, ഹൽവാസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അനിയനും പോയിട്ട് ലിപ്സ്റ്റിക്ക് ഐസ്ക്രീം നോക്കുമായിരുന്നു. ഇതാണ് എൻ്റെ ഐസ്ക്രീം, ഓൻ്റെ അത് തന്നെയാണ്. ചോക്കോബാർ ആയിരുന്നു ഐസ്ക്രീം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചീസ് അടിച്ചിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ എല്ലാവരും മസ്റ്റായി കാണേണ്ട വീഡിയോ ആണ് അത്. ഓക്കെ. അപ്പോൾ ഞങ്ങളൊരു മുട്ടായി എടുത്തിട്ടുണ്ടായിരുന്നു, ഫ്യൂസിൻ്റെ മുട്ടായും ഡയറി മിൽക്കും. പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. കുറേ മുട്ടായി ഉണ്ടായിരുന്നു, നമ്മൾ ഗൾഫിലൊക്കെ കാണുന്ന മുട്ടായികൾ. അപ്പോൾ എനിക്കൊക്കെ വായയോട് പൊളിക്കായിരുന്നു. എന്താ പറയുക, പല്ലൊക്കെ നല്ല വേദന വെച്ചു കേട്ടോ. നിങ്ങൾ ആരൊക്കെ ഹേർട്ട് ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ട്? ഞങ്ങളങ്ങനെ പറയാം. ഒരു ഗോൾഡൻ കളർ കവറൊക്കെ ആയിട്ട് അത് ഈ അപ്പുറത്ത് കാണുന്നുണ്ട്, പക്ഷെ ഫുള്ളായി കാണില്ല അത്. പിന്നെ ഇവിടെ ഹാമ്പേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗീതം ബേക്കറി ഇതാണ് ആ ഒരു സ്ഥലം. പിന്നെ പാക്കിംഗ് ആണ്. കുറേ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഇതാണ് കേട്ടോ. പാക്കിംഗ് ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങളിത് പാക്ക് ചെയ്തൊക്കെ കാറിൽ വയ്ക്കാവുന്നതാണ്. ആ മുട്ടായി ഞാനത് ഉള്ളിലേക്ക് ഇടുന്നുണ്ട്, കാറിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രീ കേക്ക് വേൾഡ് പറഞ്ഞിട്ട് ലൈവായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് വാങ്ങേണ്ടവരൊക്കെ ഇവിടുന്ന് കേക്ക് വാങ്ങാം കേട്ടോ. ഗീതം ബേക്കറി ആണ് പാലക്കാട്ടത്തെ. അപ്പോൾ ഞങ്ങളൊക്കെ വണ്ടി കയറി. എൻ്റെ അത്തത്തെ എല്ലാവർക്കും വരുന്നുണ്ട്. ഇതാണ് ഗീതം ബേക്കറി. കേക്ക് വേൾഡ് ഗീതം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ പേര് എനിക്കറിയില്ല. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കടയുള്ളത്. നിങ്ങൾ ആരൊക്കെ പാലക്കാടുള്ള വീടുണ്ട്? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കടയിൽ ആരൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കേക്ക് വേൾഡിൽ നിന്ന് അപ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. തമിഴ്നാട് എത്തിയിട്ടുണ്ടായിരുന്നു, കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർ എത്തിയ പിന്നെ അവിടെ എന്താ പറയുക, ഫുൾ ഓഫ് മലയാളമാണ്. പിന്നെന്താ, പാലക്കാട്, കേരളം മൊത്തം ഹർത്താലാണല്ലോ. പക്ഷേ നമ്മുടെ തമിഴ്നാട്ടിൽ ഹർത്താലില്ല. അത് തന്നെ ഞങ്ങൾ നല്ല വേഗത്തിൽ പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ വീടെത്താനായി. അവൻ്റെ കസിൻ്റെ വീടെത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ എൻ്റെ ഇക്കയൊക്കെ ഇരിക്കുന്നുണ്ട്, എൻ്റെ അനിയൻ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ വലിയ മലകളും ഓരോന്നൊക്കെ കണ്ടു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു ഡേ തന്നെ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് സ്കൂളാണോ അതോ മണ്ഡപമാണോ എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. കണ്ടിട്ട് എന്താണെന്ന് എനിക്ക് തോന്നണമെന്നറിയില്ല. അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മണ്ഡപമാണെന്ന്. പിന്നെ ഒരു മല കണ്ടില്ലേ, ആ മലേൻ്റെ മേലെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അതിന് പോകാനുള്ള വഴിയുണ്ട്, പക്ഷെ അത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഒരു പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള വഴിയാണ് കേട്ടോ. അങ്ങനെ ഇത് എത്താനായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നു കേട്ടോ അമ്മായി. ഞങ്ങളിത് ഇറങ്ങാൻ പോകുമ്പോഴുള്ള വീഡിയോ ആണ്. ഈ മോളെല്ലാം പ്രഗ്നൻറ്റ്, മോളുടെ താത്തയാണ്. ഈ മോള് എന്താ പറയുക, എൻ്റെ കസിൻ്റെ അമ്മായിൻ്റെ മൂന്നാമത്തെ മോളാണ് കേട്ടോ. ആൾ നല്ല വികൃതിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആളിനെ. ആൾ ഇവിടെ നാട്ടിലേക്ക് വന്നാലും അടിപൊളിയാണ്. ഇതാണ് ആ സ്ഥലം. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അത് എവിടെയാണ് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. പോവുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഉള്ളിയൊക്കെ വാങ്ങാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ടൗണിൻ്റെ അവിടെയൊക്കെ ആയപ്പോൾ, ടൗണൊക്കെ എത്തിയപ്പോൾ ഒരു ഉള്ളി വാങ്ങാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. സവോള എല്ലാം വാങ്ങാൻ. സവോളയൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. അതൊക്കെ വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
നല്ല തിരക്കുള്ളൊരു തിരക്കുള്ളൊരു ടൗണാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാര്യമാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ആ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. അവിടെ ഇരുന്നിട്ട് അവിടെ നിന്നിട്ട് ഇത് വാങ്ങുകയാണ്. ഇനി പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ അപ്പോൾ ഞങ്ങൾ കേരളം എത്തിയെന്നാണ് എൻ്റെ ഒരു വിചാരം. കേരളം എത്തി തോന്നുന്നു കേട്ടോ. എൻ്റെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലവും കണ്ടോ, ഈ സ്ഥലവും കണ്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. മഴയാണ്. ഇത് കേരളം എത്തി, അത് തമിഴ്നാട് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് മറന്നുപോയതായിരുന്നു. അപ്പോൾ അത് ഇത് കേരളം, അത് തമിഴ്നാട്. അപ്പോൾ നല്ല മഴയായിരുന്നു, ഇടിവെട്ടുന്ന മഴയും കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളി മഴയും കാറ്റും പറയാം. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ മസ്റ്റായി വരും. നിങ്ങൾ എന്തായാലും കാണണം. കണ്ടില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യും. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ കേരളത്തിൽ നല്ല റോഡ് പണിയാണല്ലോ. അതാണല്ലോ നമ്മുടെ കേരളത്തിൻ്റെ മസ്റ്റായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങളെല്ലാം ഇതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ എന്തായാലും വരും. അപ്പോൾ ബൈ.